അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ സഹോദരിയുടെ വീഡിയോ ഇന്നു ഞാൻ കണ്ടു. അതിരൂക്ഷമായ ഭാഷയിൽ മോശമായ നിലയിൽ ആറ്റക്കോയ തങ്ങളെ അതിൽ വിമർശിക്കുന്നുണ്ട്. അതിന് സഹായത്തിനായി ആ സഹോദരി കൊണ്ടുവരുന്നത് അൻസാരി സുഹരി ഉസ്താദിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പുമാണ്. എന്താണ് ആറ്റക്കോയ തങ്ങൾക്കെതിരിൽ ഇത്രയേറെ വിമർശനം ഉന്നയിക്കുവാനുള്ള കാരണം? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ ഈ വിമർശനങ്ങളൊന്നും. എത്രയോ നാൾ മുതൽക്കാണ് ആറ്റക്കോയ തങ്ങൾക്ക് എതിരിൽ വലിയ വിമർശനങ്ങൾ നിങ്ങൾ അഴിച്ചുവിടുന്നു. ഞങ്ങളുടെ കയ്യിൽ വലിയ ബോംബുണ്ട്, ഇപ്പോൾ പൊട്ടും എന്നൊക്കെ നിങ്ങൾ സഹിതം പലരും പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ നിയമപരമായി നേരിടാൻ കഴിയുന്നില്ല? പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള വെള്ള വസ്ത്രധാരികളായ ആൾക്കാർ തുമ്മിയാലും ചുമച്ചാലുമൊക്കെ വർഗീയവാദവും തീവ്രവാദവും ഭീകരവാദവുമാക്കുന്ന ഈ ഇടക്കാല ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ തെളിവുണ്ടെങ്കിൽ ആറ്റക്കോയ തങ്ങൾക്കെതിരിൽ നിങ്ങൾ വിജയിക്കുമല്ലോ. എന്തേ നിങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല? അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ പ്രൂഫ് ഇല്ല എന്ന് തന്നെയാണ്. പിന്നെൻ്റെ സഹോദരി സ്മൃതിയോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, എന്നു മുതലാണ് ഇസ്ലാമിൻ്റെ നിയമത്തിനോട് ഇത്ര വല്ലാത്ത സ്നേഹവും ആദരവും ഒക്കെ തോന്നി തുടങ്ങിയത്? വല്ലാത്തൊരു സ്നേഹപ്രകടനം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കൊടിമരം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനും കൂടി കഴിവ് വേണം. അതിന് കഴിവില്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പോകരുത്. പൈസ അതിനകത്ത് ഇടുന്നു, ഓക്കെ, അത് ഞാൻ പൈസ അതിനകത്ത് ഇടുന്നു എന്ന് പറയുവാണ്, സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സമ്മതിക്കാൻ അയാൾ തയ്യാറല്ല. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ കൊടിമരമുണ്ട്, അതിപ്പോ അമ്പലത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് കൊടിമരം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം സ്ഥാപിച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ മതില് കെട്ടി, ഞാൻ വേറെ എങ്ങും പള്ളിയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പള്ളികളുടെ ഇവിടെ കൊടിമരത്തിന് ചുറ്റും ഇങ്ങനെ മതില് കെട്ടി അതിനകത്ത് പൈസ നിക്ഷേപിക്കുന്ന പരിപാടിയൊന്നും ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇത് ചോദിക്കുവാനുണ്ടായ കാരണം ഒരുപാട് സമയമായിട്ടില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുസ്ലിങ്ങളോട് ഇടകലർന്ന് വ്യായാമം ചെയ്യൽ, മുസ്ലിങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ആ വ്യായാമം ചെയ്യൽ ഇസ്ലാമിൽ ഹറാമാണ് എന്ന് ഇസ്ലാമിൻ്റെ ഒരു നിയമം പറഞ്ഞപ്പോൾ അതിനെതിരെ സ്മൃതി സഹോദരി നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ എന്തായിരുന്നു? ഏതൊക്കെ രൂപത്തിലാണ്, എന്തിനെയൊക്കെയാണ് നിങ്ങൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തത്? ആ വീഡിയോ ഒന്നും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലെങ്കിൽ അതൊന്ന് ഓർമ്മ പുതുക്കട്ടെ. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട്, എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല, ഇടകലർന്ന് വ്യായാമം ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല, നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പാപമാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് പറയേണ്ടി വരും. അപ്പൊ ഈ വിഷയത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. ചിലർക്ക് ഇത് വിശ്വാസമായിരിക്കാം, ചിലർ ഇതിനോടൊക്കെ അംഗീകരിക്കുന്നുണ്ടായിരിക്കാം, ചിലര് ഇതിനോടൊന്നും അംഗീകരിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഈ വിഷയത്തിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഞാൻ ഇനി തുറന്നു പറയാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ കാര്യത്തോട് 1% പോലും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ പ്രശ്നം പുരുഷന്മാര് വ്യായാമം ചെയ്യുന്നു എന്നുള്ളതല്ല, അവിടെ സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
സ്ത്രീയും പുരുഷനും കൂടി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ പൊതുപരിപാടിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്, അവർക്ക് ഒരുപാട് അടിച്ചമർത്തലുകളാണ്. സ്ത്രീകൾ അന്യപുരുഷനെ നോക്കാൻ പാടില്ല. അന്യപുരുഷന്മാർ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ പാപമാണ്. സ്ത്രീയുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖത്തേക്ക് പോലും അവരുടെ ദർശനം ചെല്ലാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ദർശിച്ചു കഴിഞ്ഞാൽ വലിയ എന്തോ പ്രശ്നമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പുരുഷന്മാർ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീയെ റെസ്ട്രിക്ട് ചെയ്യാണ്, സ്ത്രീയെ അടിച്ചമർത്തുവാണ്. വീടിനകത്ത് തന്നെ ഇരിക്കേണ്ട എന്തോ ഒരു വസ്തുവാണ് സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഇവർ പലപ്പോഴായിട്ട് സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി, എനിക്കൊന്ന് 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പർദ്ദയിട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചതിന് അംഗീകരിക്കുവാണ് ആ പെൺകുട്ടിയൊക്കെ. അപ്പൊ ആ കുട്ടി സ്റ്റേജിലേക്ക് കടന്നു ചെന്നപ്പോ ഇതേപോലെയുള്ള ഒരു വ്യക്തി പറയുവാണ്, എന്തിനാണ് ഈ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത്? ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചാൽ പോരെ? ആ കുട്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിയുടെ അംഗീകാരം മേടിക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറി ചെന്നതാണ്. അതൊരു പെൺകുട്ടിയാണ് എന്നുള്ള കാരണത്താൽ അവളെ വിലക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാ വിലക്കുകളും എല്ലാ അടിച്ചമർത്തലുകളും പെൺകുട്ടികൾക്ക് മാത്രമാണ്, സ്ത്രീകൾക്ക് മാത്രമാണ്. അതെവിടുത്തെ നിയമമാണ്? നിങ്ങൾക്ക് ആരാണ് ഇത് ഓതിത്തരുന്നത്? ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ പറയണമെന്നും ചാൻസുകളൊക്കെ മുതലാക്കണമെന്നും ആരാണ് നിങ്ങൾക്ക് ഓതിത്തരുന്നത്? രാമായണത്തിലെ ഇതിഹാസമായ കൈകേയിയുടെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. മന്ദരയുടെ ഉപദേശത്തിൽ വശംവദരായി കൈകേയി ജനങ്ങളുടെ പരിഹസിക്കപ്പെടുന്ന കഥാപാത്രമായി മാറി. അടിസ്ഥാനപരമായി അവർ നല്ല ശുദ്ധ മനസ്ഥിതിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ദശരഥൻ്റെ ഇളയ ഭാര്യയാണ്, രാമൻ്റെ രണ്ടാനമ്മ. അതുകൊണ്ട് ആരെന്തു ഓതിത്തന്നാലും അതൊക്കെ ഒന്ന് നന്നായി ആലോചിച്ച് ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അതുകൊണ്ട് നന്നാകാൻ ശ്രമിക്കുക. കപടമുഖം അത് മാറ്റുക. പഴയ ആൾക്കാരൊക്കെ പറയും, 2 തോണിയിൽ കാലിടാതെ 1 തോണിയിൽ കാലിട്ട് 2 കാലും ഇട്ട് സഞ്ചരിക്കണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കപടമുഖം മാറ്റണം. ഏതു സമയവും ആ കപടമുഖം അഴിഞ്ഞു വീഴും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. കപടലോകത്തിലെന്നൂടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ഇന്നല്ലെങ്കിൽ നാളെ ആ കപടമുഖം അഴിക്കപ്പെടും. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.